എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് താങ്കൾ ഇപ്പോൾ പരാതി പോലീസിൽ നൽകിയിരിക്കുന്നത്? കഴിഞ്ഞ 24-ാം തീയതി ഉണ്ടായി അപകടത്തിന് ശേഷം ആലപ്പുഴ ജില്ലയിലെ ഈ തോട്ടപ്പള്ളി കടലിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ കടലും അതിന്റെ പരിസരവും അതിന്റെ തീരവും എല്ലാം വല്ലാത്ത ആശങ്കയിലായി, പാരിസ്ഥിതിക പ്രശ്നങ്ങളായി. ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങളെല്ലാം പലവിധമായി ഒഴുകി നടന്ന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അതായത് ഇതെല്ലാം പല വിധത്തിലുള്ള കടലിന് അടിത്തട്ടിലെ ഉടക്കുകളായും കടലിന് മേൽത്തട്ടിലെ ഈ ഒളിഞ്ഞു കിടക്കുന്ന അപകടങ്ങളായി മാറി നിൽക്കുകയാണ്. മത്സ്യത്തൊഴിലാളി ഇങ്ങനെ എഞ്ചിനകത്ത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവർക്കെല്ലാം തുടർന്ന് അപകടങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്ന രീതിയിലേക്ക് വരുന്നു. വലകളുടെ നഷ്ടമുണ്ടായി. ഇതൊന്നും ഇതിന്റെ ഈ ഉണ്ടായ കപ്പലപകടം എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഉണ്ടാക്കിയെടുത്തൊരു കപ്പലപകടമായിട്ടാണ് ഈ പരാതിയിലൂടെ പറയുന്നത്. വേറൊന്നുമല്ല, അത്തരം കണ്ടെയ്നറുകളും കൊണ്ട് യാത്ര ചെയ്യേണ്ട ഒരു കപ്പലിന് പാലിക്കേണ്ട നിയമപരമായ എല്ലാത്തിന്റെയും ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ഇതിന്റെ കപ്പിത്താനും കപ്പൽ കമ്പനിയും കുറ്റക്കാരാണ്. അവർ വരുത്തിവെച്ച അപകടം മൂലം ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്, ആ അപകടം മൂലം ഉണ്ടായ പ്രതിസന്ധി ഉണ്ടാകുന്ന ജനവിഭാഗത്തിന് ഈ കപ്പൽ കമ്പനികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി കൊടുക്കണം. ഈ കപ്പൽ കമ്പനിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ക്രിമിനൽ കുറ്റം എടുക്കണം. പിന്നെ ക്രിമിനൽ കുറ്റം ചുമത്തി ഇവർക്കെതിരെ. ശ്രീ ഷ്യാംജി, ഇപ്പോൾ ഈ എഫ്ഐആറിൽ പറയുന്ന ഈ പരിസ്ഥിതിക്കും മത്സ്യസമ്പത്തിനും ഒക്കെ തന്നെ കേടുപാടുകൾ, ദോഷം വരുത്തിയിട്ടുണ്ട്, പിന്നീട് മനുഷ്യജീവന് അപകടമുണ്ടാകുന്ന തരത്തിലേക്ക് ഈ കപ്പൽ കൈകാര്യം ചെയ്തു എന്ന വകുപ്പുകളൊക്കെയാണ് ഇപ്പോൾ പ്രാഥമികമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് സങ്കീർണമായിട്ടുള്ള നിയമ പോരാട്ടത്തിലേക്ക് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ നൽകിയ പരാതി പോവുക. നമ്മുടെ മുന്നിൽ എൻട്രിക്ക ലെക്സി കേസ് നമ്മുടെ മുന്നിൽ ഉണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സങ്കീർണതകൾ നമ്മളെ സംബന്ധിച്ചോളം നേരിട്ടതാണ്, അന്താരാഷ്ട്ര കോടതികളിലടക്കം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് നിയമവഴികൾ സങ്കീർണമായിരുന്നു. ഇന്നിപ്പോൾ ഈ കേസ് ഇപ്പോൾ 1 മാസം പിന്നിടുന്ന, അല്ലെങ്കിൽ എത്താൻ പോവുകയാണ് ഈ സംഭവം നടന്നിട്ട്. അപ്പോൾ താങ്കൾ നൽകിയ ഈ കേസിന്റെ പ്രതീക്ഷകൾ എന്താണ്? നിയമ നടപടികളുള്ള പ്രതീക്ഷകൾ എന്താണ് താങ്കൾക്ക്? ഞാനൊരു പരാതി കൊടുക്കാനിടയായ സാഹചര്യം, ഞാനൊരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയാണ്. എൻട്രിക്ക ലെക്സിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഈ കപ്പൽ കമ്പനിക്ക് ഒരു ബാധ്യതയുണ്ട്. ഒന്ന്, മാലിന്യീകരണ സ്വഭാവമുള്ള സാധനങ്ങൾ ഈ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ കാര്യങ്ങളുണ്ട്. കണ്ടെയ്നറുകൾ സുരക്ഷമായി കൊണ്ടുപോകേണ്ടതിന് പാലിക്കേണ്ട നിയമപരമായ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ടത്, ഈ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞല്ലോ, മലിനീകരണം ആയിക്കഴിഞ്ഞു കടലിനകത്ത്. അതിന് ആ ദുരിതം അനുഭവിക്കുന്നത് ഇവരാരുമല്ല, പരമ്പരാഗത മീൻപിടുത്തക്കാരും അവരുടെ കുടുംബങ്ങളുമാണ്. അപ്പൊ ഈ മത്സ്യത്തൊഴിലാളിയുടെ കുറ്റമല്ല കടൽ മലിനപ്പെട്ടത്, കപ്പൽ കമ്പനിക്കാരന്റെയും കപ്പിത്താന്റെയും കുറ്റമാണ്. അതുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ഉണർന്ന കേസ് എടുത്തിരുന്നെങ്കിൽ അവരെ ഇവിടെ നമുക്ക് തടഞ്ഞു വെക്കാമായിരുന്നു. അവരെ തടഞ്ഞു വെച്ച് ഇപ്പോൾ പരിധിയെല്ലാം വിട്ടുപോയി. അപ്പോൾ ആ സമയോചിതമായി സർക്കാർ കേസെടുക്കാഞ്ഞത് ഈ ഇന്നത്തെ നിലയെ ബാധിച്ചിട്ടുണ്ടോ? അതിൽ താങ്കൾക്ക് അമർഷമുണ്ടോ ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ? സംസ്ഥാന ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അതായത് സംസ്ഥാന ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കടൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസെടുക്കേണ്ടതില്ല, നിലവിലും കേസെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി. ഇതിപ്പോ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പ്രശ്നമായിട്ടല്ല ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ശ്രീ ഷ്യാംജി? ഷ്യാംജി എന്ന വ്യക്തി, താങ്കൾ എന്ന വ്യക്തി ഈ മേഖലയ്ക്കുണ്ടാകുന്ന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വലിയ വെല്ലുവിളികൾ, നേരിടാൻ പോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് താങ്കൾ കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം എന്തുകൊണ്ട് സർക്കാരിനില്ലാതെ പോകുന്നു എന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? അതല്ല, ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് അതല്ല. ഇതിനകത്ത് നിയമപരമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. ഇതിനകത്ത് എഫ്ഐആർ ഇട്ട് കേസെടുക്കേണ്ടത് കമ്പനിക്കെതിരെയാണ്, അവർക്കെതിരെയാണ് കേസെടുക്കേണ്ടേ. അല്ല ശ്രീ ഷ്യാംജി, അത് ഒരു സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ നൂലാമാലകളില്ലാതെ കാര്യങ്ങൾ പെട്ടെന്ന്
നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ലേ? താങ്കളൊരു വ്യക്തിയാണ്, വ്യക്തി എന്ന നിലയിലാണ് കോടതിയെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കുന്നത്. അപ്പോൾ അതിന്റെ നിയമപരമായ വഴികളിൽ ആശങ്കയുണ്ടാകില്ലേ? ഇനി കോടതിയിലേക്കൊക്കെ സർക്കാർ ഒരു നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു സ്റ്റേറ്റ് ആയിരുന്നു പോയിരുന്നതെങ്കിൽ നമുക്ക് വിപുലമായ സംവിധാനങ്ങളില്ലേ? അത് നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാതെ പോയത്? സംസ്ഥാന ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷെ 1 മാസത്തോട് അടുക്കിയാണ്. നമുക്കിനി ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് നിലവിൽ എന്താണുള്ളത്? കാരണം ഇവരുമായി ബന്ധപ്പെട്ട കമ്പനിയുമായി ബന്ധപ്പെട്ട വിദേശ കമ്പനിയാണ്. അതിന്റെ ഈ ഷിപ്പ് മാസ്റ്റർ ആയാലും അടക്കമുള്ള ആരെയും നമ്മുടെ പരിധിയിലില്ല. അവരാരും നമ്മുടെ പരിധിയിൽ അവരാരുമില്ല. ഞാനതുകൊണ്ടാണ് പണ്ടത്തെ ആ വെടിവെപ്പ് കേസ് പരാമർശിച്ചത്. അപ്പോൾ അന്ന് എന്തുമാത്രം സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തിയിട്ടാണ് ആ കേസിന്റെ നിയമവഴികൾ പോലും സഞ്ചരിച്ചത്. എന്തെല്ലാം ദുർഘട ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു, താങ്കൾക്കും അറിയാമെന്നല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, ആരുമില്ല. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരെയും നമുക്ക് തടഞ്ഞു വെക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് ഈ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, ഉത്തരവാദിത്തം, അതിലൊക്കെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നില്ലേ? നിയമപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് കപ്പൽ കമ്പനിക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അതാണ് അതിൻ്റെ അകത്ത് വസ്തുത. നിയമപരമായ ഉത്തരവാദിത്തത്തിൽ അവരെവിടെ പോയാലും ആ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. നിലവിൽ അത്തരം നിയമങ്ങൾ, ശക്തമായ നിയമങ്ങളുണ്ട്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം. ഈ എഫ്ഐആർ ഇട്ടതിന് ശേഷം എന്താണ് പോലീസിൽ നിന്ന് താങ്കൾക്ക് ഉറപ്പ് ലഭിച്ചത്? ശ്രീ ഷ്യാംജി, ഹലോ ഷ്യാംജി, കേൾക്കാമെങ്കിൽ പരാതി നൽകിയതിനു ശേഷം, എഫ്ഐആർ ഇട്ട ശേഷം എന്ത് ഉറപ്പ് ലഭിച്ചു നടപടിക്രമങ്ങൾ സംബന്ധിച്ച്? എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിക്കുകയാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇനി ഈ അന്വേഷണത്തിന് പ്രത്യേക ടീമിനെ മറ്റോ നിയോഗിക്കുമോ? അതിനെ സംബന്ധിച്ചൊന്നും അറിയിച്ചിട്ടില്ല. അതെല്ലാം ഭാവിയിൽ ഉണ്ടാവുമായിരിക്കും, അടിയന്തരമായി ഉണ്ടാവുമായിരിക്കും. ശരി, വളരെയധികം നന്ദി ഷ്യാംജി. പരാതിക്കാരനായ മത്സ്യത്തൊഴിലാളി ആണ് നമ്മോട് പ്രതികരിച്ചത്.